മറികടന്ന് സംസ്ഥാനത്ത് ഗവർണർ ഭരണം നടത്തുന്നുവെന്ന ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഡിജിപിയെയും PSC സെക്രട്ടറിയെയും സർക്കാർ അറിയാതെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചതാണ് വിമർശനത്തിന് ആധാരം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും. റഹീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത്? കേരളത്തിലൊരു ഗവർണർ രാജാണോ നടക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ പുതിയ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ സംഘപരിവാർ അനുകൂല നിലപാട് ഈ സർക്കാർ സ്വീകരിക്കുന്നു എന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിരുന്നു. അതിന് അവർക്ക് എണ്ണി പറയാൻ CPM-ന്റെ കയ്യിൽ കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഗവർണർ നേരിട്ട് DGPയെ ലോക്ഭവനിലേക്ക് വിളിച്ച ഒരു സംഭവം ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ സംസ്ഥാനത്തൊരു സർക്കാരിലെ ആഭ്യന്തര വകുപ്പില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. VC സിസ തോമസിനെതിരെ SFI പ്രവർത്തകർ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടി എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കാനാണ് രാജേന്ദ്ര ആർലേക്കർ DGPയെ ലോക്ഭവനിലേക്ക് വിളിച്ചത്. അതിൽ വിമർശനം നടക്കുന്നതിനിടയിലാണ് PSC സെക്രട്ടറിയെ കൂടി കഴിഞ്ഞ ദിവസം ഗവർണർ സർക്കാർ അറിയാതെ വിളിച്ച് ലോക്ഭവനിലേക്ക് വിളിച്ചത് എന്ന ആരോപണം CPM-ഉം പ്രതിപക്ഷവും ഉന്നയിക്കുന്നു. ഇത് സർക്കാരിന്റെ കഴിവുകേടാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി റഹീസ്.